പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും നമസ്കാരം. തലമുടി നരക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരെയും വല്ലാതെ അലട്ടുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നരക്കുക എന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമേ അല്ല. പലതരം ഹെയർ ഡൈകൾ നമ്മൾ ഉപയോഗിക്കാൻ സന്നദ്ധരാകുന്നുമുണ്ട്, ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ പാർശ്വഫലങ്ങൾ വല്ലാതെ നമ്മുടെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ പാർശ്വഫലങ്ങൾ വല്ലാതെ നമ്മളെ അലട്ടുന്നുമുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, കണ്ണ് ചൊറിയുന്നുണ്ട്, അങ്ങനെ തലയ്ക്ക് വല്ലാതെ എന്തൊക്കെയോ ചൊറിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല വിഷമതകളും എല്ലാവരെയും അലട്ടുന്നുണ്ട് എന്ന് അറിയാം. ഞാനും കുറേ ഡൈ ഉപയോഗിച്ച ആളാണ്. എനിക്കും ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ കണ്ണിൽ നിന്നും വല്ലാതെ വെള്ളം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ അമ്മൂമ്മ വർഷങ്ങൾക്ക് മുമ്പ് തല കറുപ്പിച്ച ഒരു രഹസ്യം. അന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മ എന്തൊക്കെ ഉപയോഗിച്ചാണ് ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന്. അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഞാൻ. കാരണം എല്ലാവർക്കും ഉണ്ടാക്കി ഉപയോഗിക്കാൻ യാതൊരു തര പാർശ്വഫലങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മൂമ്മ ഉപയോഗിച്ച് 90 വയസ്സ് വരെ അവർ ഉപയോഗിച്ച് അവരുടെ മുടി എപ്പോഴും കറുപ്പിച്ച് തന്നെ വെക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയാണ്. അതിൻ്റെ സാധനങ്ങളും ഉണ്ടാക്കുന്ന വിധവും ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് ഉലുവ, കുറച്ച് കരിഞ്ജീരകം, കുറച്ച് എള്ള്, എല്ലാം ഒരേ അനുപാതത്തിലെടുക്കണം. ഒരു ചെറിയ സ്പൂണാണെങ്കിൽ 3 ഓരോരോ ചെറിയ സ്പൂൺ എടുത്ത് ഭംഗിയായി ഒരു കിഴി കെട്ടണം. അത് തുണിയിൽ കെട്ടിയാൽ മതി. വെള്ള തുണിയിൽ ഭംഗിയായി മുറുക്കി കെട്ടി അതൊരു ഏകദേശം ഒരു നെല്ലിക്കയുടെ വലിപ്പം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വലിപ്പത്തിലെടുത്തുണ്ടാക്കിയാൽ കുറേ കൂടുതൽ കരി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് ഭംഗിയായി ലൂസാക്കി കെട്ടരുത്, മുറുക്കി കെട്ടി അത് കത്തിക്കാൻ തക്ക വിധത്തിൽ അതിൻ്റെ കെട്ടിയ ഭാഗങ്ങൾ തിരി പോലെ മുകളിലോട്ടാക്കി വെച്ച് കിഴി കെട്ടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് ഭംഗിയായി കെട്ടി മുറുക്കി കെട്ടി ഒരു ചെറിയ പാത്രത്തിൽ കുറേ നല്ലെണ്ണ എടുത്ത് ഈ കിഴിയിലൂടെ ഒഴിച്ച് കുറച്ച് നേരം അതൊന്ന് കുതിരാൻ വെക്കണം. എണ്ണയിൽ അത് കുടിച്ച് കുതിർന്ന് കഴിയുമ്പോൾ അത് നമ്മൾ കത്തിച്ച് വെക്കണം. കത്തിച്ചതിന് ശേഷം തീ അണയാത്ത തരത്തിൽ നല്ല ഒരു ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ ചെറിയൊരു ചട്ടി നമുക്കതിനോട് കമഴ്ത്തി വെച്ച് അതിലേക്ക് കരി ശേഖരിക്കുകയാണ് വേണ്ടുന്നത്. അങ്ങനെ അത് തീ അണഞ്ഞു പോകരുത്. അണഞ്ഞു പോയാൽ പിന്നെയും അത് തുറന്ന് കത്തിക്കേണ്ടി ഒരു ആവശ്യത്തിന് നല്ലതുപോലെ എണ്ണയും ഒഴിച്ച് അങ്ങനെ ഏറ്റവും നല്ല ഒരു കൊച്ചി ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടി തീ അണയാത്ത തരത്തിൽ കമഴ്ത്തി വെച്ച് കുറേ നേരം നമ്മൾ പിന്നെ അത് നോക്കുകയൊന്നും വേണ്ട. കുറേ നേരം കത്തി അതങ്ങനെ ആ കിഴി മൊത്തം മുഴുവനും കത്തി തീരുമ്പോൾ തീ അണഞ്ഞിരിക്കും. പെട്ടെന്ന് തന്നെ ആ മുകളിൽ കമഴ്ത്തിയ പാത്രം നിവർത്തി വെക്കാൻ നോക്കരുത്. വല്ലാതെ ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടെല്ലാം തണുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് എടുത്ത് നോക്കുമ്പോൾ അതിൽ ധാരാളം കരി നല്ല ഭംഗിയായിട്ട് കൂന പോലെ പിടിച്ചിട്ടുണ്ടാവും. ആ കരിയെല്ലാം നമ്മൾ എൻ്റെ അമ്മൂമ്മ ഉപയോഗിക്കുന്നത് ചുരണ്ടിയെടുക്കാൻ ഒരു പാള കഷ്ണമായിരുന്നു. അന്നൊക്കെ കവുങ്ങിൻ്റെ പാള വളരെ ഭംഗിയായി ഒരു ചെറിയ ചതുരക്കട്ടയിൽ പോലെ വെട്ടിയെടുത്ത് അതുകൊണ്ട് ചുരണ്ടിയെടുത്ത് വേറൊരു കുപ്പിയിൽ ഇട്ട് വെക്കും. ഇപ്പം പാളയൊന്നും കിട്ടാനില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ചെറിയ സ്പൂൺ കൊണ്ട് അതൊന്ന് ചുരണ്ടി വൃത്തിയാക്കിയെടുത്ത് ഭംഗിയായി കോരി ഒരു നല്ല കുപ്പിയായി ആയിരിക്കണം. നല്ല വട്ടമുള്ളൊരു കുപ്പിയിൽ ഇട്ട് വെക്കണം. ഇട്ടതിന് ശേഷം അതിലേക്ക് അന്നൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ കറ്റാർ വാഴപ്പോള വീടുകളിൽ ധാരാളം വളരുന്നുണ്ടാവും. അപ്പോൾ കറ്റാർ വാഴയുടെ നല്ലൊരു മൂത്തൊരു കഷ്ണം പറിച്ചെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ജെൽ കുറച്ചായിട്ട് ഈ കരിയിലേക്ക് ഇട്ടിട്ട് ഒരു കമ്പ് കൊണ്ട് ഇളക്കി ഭംഗിയായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല കറുത്ത കരിയാണ് കിട്ടുന്നത്. അപ്പോൾ കറ്റാർ വാഴയുടെ ജെൽ ഇടുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് കോരി ഇടരുത്, അത് വെള്ളം പോലെ ആയിപ്പോകും. കട്ടിക്ക് തന്നെ ആകത്തക്ക വിധത്തിൽ അതൊന്ന് കലക്കി കട്ടിയായി ആ കുപ്പിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ബഡ് പോലെ നമ്മൾ ചെവിയിലിടുന്ന ബഡിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല വലിപ്പത്തിൽ തുണി കൊണ്ട് കെട്ടി ഒരു ബഡ് ഉണ്ടാക്കണം. കാരണം ഇത് കൈ കൊണ്ടെടുത്ത് തലയിലൊക്കെ തേക്കുമ്പോൾ കയ്യിലെല്ലാം
നല്ലതുപോലെ കരിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബഡ് നല്ല ഭംഗിയായിട്ടൊരു ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു ബഡ് ഉണ്ടാക്കി ഈ കരി അതിനകത്ത് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് വേണ്ടുന്ന സ്ഥലത്തേക്കെല്ലാം ഇങ്ങനെ തൊട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം ചീപ്പിട്ട് ഭംഗിയായി ചീപ്പണം. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പ് തല വൃത്തിയായി കഴുകണം. അപ്പോൾ അന്ന് കഴുകാൻ ഷാമ്പോ എന്നും നിലവിലില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ അമ്മൂമ്മയുടെ ജോലി അതാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, തലയിൽ നിറയെ എണ്ണ തേക്കുന്നു. അപ്പോൾ തലയിൽ തേക്കാൻ താളിയും ഉണ്ടാക്കണം. ഈ താളി എങ്ങനെയാണെന്ന് ഇപ്പോൾ ആർക്കും അതിനൊന്നും നേരമില്ല. അതൊരു കേശ സംരക്ഷണം തന്നെയാണ്. അത് താളി എന്ന് പറഞ്ഞ് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിൻ്റെ ഇലയും എല്ലാം ഒന്ന് നല്ലതുപോലെ വേവിച്ച് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഭംഗിയായി നല്ല പശപശപ്പുള്ള താളി കിട്ടും. ആ താളിയെല്ലാം തലയിൽ എണ്ണ തേച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ താളിയെല്ലാം തലയിൽ തേച്ച് ഭംഗിയായി തല കുളിച്ച് കഴിഞ്ഞാൽ ഷാമ്പോ തേച്ച് കുളിക്കുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ നല്ല സിൽക്കി ആയിട്ട് തന്നെ മുടി കിട്ടും. അങ്ങനെ അത് തേച്ച് കഴിഞ്ഞ് ഭംഗിയായി കുളിച്ച് തുടച്ച് കുറച്ച് നേരം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഷാമ്പോ ആ ബഡ് ഉപയോഗിച്ച് തലയിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തൊട്ട് വെച്ച് നമ്മളുടെ ചീപ്പ് കൊണ്ടൊന്ന് ചീപ്പി എല്ലാം ഒതുക്കി പിന്നെയും നോക്കി എവിടെയൊക്കെയാണോ കാണുന്നത് അവിടെയെല്ലാം ഒന്ന് തേച്ച് മിനുക്കി പിടിപ്പിച്ച് കഴിയുമ്പോൾ മുടി നല്ല നാച്ചുറൽ കറുപ്പായിട്ട് തന്നെ വരും. ഡൈ തേച്ചതിനെക്കാട്ടും വളരെ ഭംഗിയുള്ളതായിട്ട് തന്നെ അത് ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കുറച്ച് നേരം കൂടെ മുടിയെ നല്ലതുപോലെ ചീപ്പി ഉണക്കി വൃത്തിയായി വെച്ച് കഴിഞ്ഞാൽ അതൊരു 3-4 ദിവസത്തേക്ക് കറുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ സത്യം പറയാം, എൻ്റെ അമ്മൂമ്മ ഈ ഒരു ഞായറാഴ്ച കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ 3-4 ദിവസം കഴിഞ്ഞേ തല കുളിക്കാറുള്ളൂ. അപ്പോൾ ആ കറുപ്പ് അവിടെ തന്നെ നിലനിൽക്കും, ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. നല്ല കറുത്ത സുന്ദരമായ മുടി തന്നെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ മുടിയെ സൂക്ഷിക്കാൻ എൻ്റെ അമ്മൂമ്മ ഒരുപാടൊന്നും പാടുപെടാറില്ല. ഒരുപാട് വയസ്സായി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും അമ്മൂമ്മയുടെ മുടി നല്ല കറുപ്പാണ്. ഇങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ആ മുടിയിലെ കറുപ്പ് അവിടെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു ദൂഷ്യവും ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി നിങ്ങൾ പരിശ്രമിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും മേന്മകളും മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്, യാതൊരു തര സൈഡ് എഫക്റ്റും അതിനുണ്ടാവുകയില്ല. ഇത് സത്യമുള്ള കാര്യമാണ്. എൻ്റെ അമ്മൂമ്മ ഉപയോഗിച്ചതാണ്, ഞാനും ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ഒന്നുണ്ടാക്കി നോക്കുക, പരീക്ഷിച്ച് നോക്കുക. അതുകൊണ്ട് യാതൊരു കോട്ടവും നമുക്ക് വരാൻ പോകുന്നില്ല. അത് ഉപയോഗിച്ച് എപ്പോഴും കുളിക്കാതിരുന്നാൽ, ഒരു 2 ദിവസം 3 ദിവസം കുളിക്കാതിരുന്നാൽ പിന്നീട് തേക്കുകയേ വേണ്ട, 3 ദിവസത്തേക്ക് തേക്കുകയേ വേണ്ട. അപ്പോൾ നമുക്ക് ഈ ഡൈ ഉപയോഗിച്ചുണ്ടാകുന്ന അസ്വസ്ഥതകളൊന്നും ഉണ്ടാവുകയുമില്ല. പ്രകൃതിയിൽ നിന്ന് സാധാരണ കരിയാണ്. ആ കരി കയ്യിലൊന്നും പെരളാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബഡ്, നല്ല കട്ടിക്ക് തന്നെ ഒരു ബഡ് ഉണ്ടാക്കി ആ ബഡിലേക്ക് ഈ കരി ഇങ്ങനെ എടുത്തിട്ട് തലയിലെല്ലാം ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ചീപ്പ് കൊണ്ട് ചീപ്പി ഒന്ന് പിടിപ്പിച്ച് നോക്കൂ. എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പണ്ടൊരു സൗന്ദര്യബോധത്തെപ്പറ്റി കളിയാക്കുന്നൊരു പദ്യം ഉണ്ടായിരുന്നു. അതായത് 2 വരി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ പദ്യം പഠിപ്പിച്ച മാഷ് വല്ലാതെ ക്ലാസ്സിലെ കുട്ടികളെ ശാസിച്ച ഒരു രംഗമുണ്ടായിരുന്നു. കാരണം ആ പാട്ടിൽ കളിയാക്കുന്ന ഒരു രൂപം, ഒരു ഭാവമുണ്ടായിരുന്നു. സൗന്ദര്യമില്ലാത്തവരെ കളിയാക്കുന്ന ഒരു ഭാവം. അങ്ങനെ എല്ലാവരും ചിരിച്ച് കളിയാക്കിയത് കൊണ്ട് ആ പദ്യഭാഗം ആ സിലബസിൽ തന്നെ ഒഴിവാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ആ പദ്യത്തിൻ്റെ 2 വരി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കേട്ടു നോക്കൂ. കണ്ണാടി കൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ഇത്രയും എൻ്റെ സാറ് പാടിയപ്പോൾ, കുഞ്ഞിരാമൻ എന്നായിരുന്നു എൻ്റെ മലയാളം ഭാഷൻ്റെ പേര്. 5ാം ക്ലാസ്സിൽ പഠിച്ച കവിതയാണ്. ഞാൻ 2 വരി മാത്രമേ ഇപ്പോൾ ഓർക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സാറിങ്ങനെ പഠിപ്പിച്ചപ്പോൾ കണ്ണാടി കാണും തോറും കണ്ണാടിയിലോട്ട് നോക്കി എത്ര വിരൂപന്മാരും എനിക്ക് സൗന്ദര്യം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കവിത. ഈ കവിത കേട്ടപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും
ക്ലാസ്സിൽ വേറെ 2 കുട്ടികളെ നോക്കി വല്ലാതെ അങ്ങ് ചിരിച്ചു. അന്ന് ജാതി വ്യവസ്ഥ ധാരാളം നിലനിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ 2-3 താഴ്ന്ന ജാതിക്കാരായ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാവരും പുച്ഛഭാവത്തോടു കൂടി തന്നെയായിരുന്നു നോക്കിയിരുന്നത്. എനിക്കും എല്ലാവരും അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി അവരെ അങ്ങനെ പുച്ഛത്തോടെ നോക്കേണ്ടത് തന്നെ ആയിരിക്കാമെന്ന്. അങ്ങനെ സാറിങ്ങനെ പാടിയപ്പോൾ എല്ലാവരും ആ 2 കുട്ടികളെ നോക്കി വല്ലാതെ കൈയടിച്ചങ്ങ് ചിരിച്ചു. ചിരി അങ്ങ് ബഹളമായി ആർത്തുല്ലസിച്ച് എല്ലാവരും ചിരിച്ചു. അങ്ങനെ ഈ 2 കുട്ടികൾ മാത്രം ചിരിച്ചില്ല. ചിരിക്കാതെ അവർ തലയും താഴ്ചപ്പോൾ മാഷിന് തന്നെ വല്ലാതെ വിഷമമായി. മാഷ് എല്ലാവരെയും നിശബ്ദമായി ബെഞ്ചിൽ ഡെസ്കിൽ വടികൊണ്ടടിച്ച് നിശബ്ദരായിരിക്കാൻ പറഞ്ഞു. ആരും നിശബ്ദരായി ഇരുന്നതേയില്ല. എല്ലാവരും ആ കുട്ടിയെ നോക്കി ഇവരിങ്ങനെയാണ് കണ്ണാടി നോക്കി സൗന്ദര്യമുള്ള കുട്ടിത്തമുള്ള ഭാവമായിരുന്നില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആ കുട്ടികളെ കളിയാക്കണമെന്നൊരു ഭാവമായിരുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം വലിയ തലം വരെ പോയി, കലക്ടറേറ്റ് വരെ പോയി. അതൊരു കേസായി. അങ്ങനെ അത് ആ പദ്യഭാഗം ആ സിലബസിൽ നിന്നും ഒഴിവാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൗന്ദര്യം എന്ന ഭാവം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുന്നതാണ്. അപ്പോൾ സൗന്ദര്യമില്ലാത്ത വസ്തുക്കളെ ആരും ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന് നമുക്ക് എപ്പോഴും അറിയാം, എല്ലായ്പ്പോഴും അറിയാം. പക്ഷേ എങ്കിലും ഈ സൗന്ദര്യം എന്ന ഒരു ഭാവം ആരെയും കളിയാക്കാൻ ഉപയോഗിക്കരുത്. ഈ കളിയാക്കുക എന്ന ഒരു ഭാവം ആരിലും ഒരിക്കലും ഉണ്ടാവരുത്. നന്ദി, നമസ്കാരം.